KCYM തലശ്ശേരി അതിരൂപതയും ശാലോം TVയും സംയുക്തമായി അണിയിച്ചൊരുക്കുന്ന യുവജന മതബോധന ഗ്രന്ഥത്തെ ആധാരമാക്കിയുള്ള യുക്യാറ്റ് പഠന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പരമ്പരയുടെ ഈ എപ്പിസോഡിൽ യുവജനങ്ങളോട് സംവദിക്കുന്നതിനും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനുമായി നമ്മോടുകൂടെ ആയിരിക്കുന്നത് സീറോ മലബാർ സഭ സിനഡൽ സെക്രട്ടറിയും ബൈബിൾ പണ്ഡിതനും ദൈവശാസ്ത്രജ്ഞനും തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ ഞങ്ങളേവരുടെയും അഭിമാനവുമായ അഭിവന്യ മാർ ജോസഫ് പാംപ്ലാനി പിതാവാണ്. പിതാവെ, അങ്ങേക്ക് ഏറെ ആദരവോടെ സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന യുവജനങ്ങൾ അഭിവന്യ പിതാവിനോട് സംവദിക്കുന്നതിന് അവരുടെ മനസ്സിലെ സംശയങ്ങൾ പിതാവിനോട് ചോദിച്ച് മറുപടി കണ്ടെത്തി അതിനെ ദൂരീകരിക്കുന്നതിനായി ഈ എപ്പിസോഡിൽ പങ്കാളികളാകുന്നവരാണ്. അവർ തലശ്ശേരി അതിരൂപതയിൽ പേരാവൂർ ഫൊറോനയിലെ 12 ഇടവകകളിൽ നിന്നുള്ള യുവജന സുഹൃത്തുക്കളാണ്. പ്രിയ യുവജന സുഹൃത്തുക്കളെ, നിങ്ങളേവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി യുക്യാറ്റിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. യുക്യാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ഈശോയുടെ കർത്തൃത്വം, ദൈവപുത്രത്വം, ഈശോ ഏകരക്ഷകനാകുന്നു, ഈശോയ്ക്ക് സാക്ഷികളാകണം തുടങ്ങിയ കാര്യങ്ങളായിരുന്നല്ലോ നമ്മൾ ചർച്ച ചെയ്തത്. ഈശോ ഏക കർത്താവും ദൈവവുമാകുന്നു എന്നത് സഭയുടെ വലിയ വിശ്വാസ ബോധ്യങ്ങളിലെ ഒന്നാണ്. എന്നാൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളുടെ ചരിത്രമെടുക്കുമ്പോൾ ഈശോ കർത്താവും ദൈവവും എന്നതിനെ ആധാരമാക്കി ഒരുപാട് അബദ്ധ സിദ്ധാന്തങ്ങളും വികലമായ പഠനങ്ങളും ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും അതിനുള്ള മറുപടികളുമാണ് യുക്യാറ്റിൻ്റെ ഈ എപ്പിസോഡിൽ നാം കാണുന്നത്. ഈ എപ്പിസോഡിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനായി യുവജന സുഹൃത്തുക്കളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം ആരുടേതാണ്? ആൽബിൻ ചോദിച്ചാലും. പിതാവേ, എൻ്റെ പേര് ആൽബിൻ എന്നാണ്. ഞാൻ ഓടന്തോട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. യേശുക്രിസ്തു ഒരേ സമയം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണെന്ന് പറയുന്നുണ്ടല്ലോ, നമുക്കിതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ആൽബിൻ ചോദിച്ചത് ഈശോ ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ഇതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, ഈശോയുടെ മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ അന്തസത്ത തന്നെയാണ് ആൽബിൻ്റെ ഈ ചോദ്യം എന്ന് പറയുന്നത്. ഈശോ ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അഖിലിന് ചോദ്യം ചോദിക്കാനുണ്ട്. പിതാവ് ഇപ്പോൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചോദ്യവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. എൻ്റെ പേര് അഖിൽ ഡൊമിനിക്ക്, കൊളക്കാട് ഇടവകയിലെ അയിലിക്കുന്നേൽ കുടുംബാംഗമാണ്. എൻ്റെ ചോദ്യം, ഈശോയുടെ മനുഷ്യത്വത്തെയും ദൈവത്തെയും കുറിച്ച് ഒരുപാട് അബദ്ധ സിദ്ധാന്തങ്ങൾ ആദ്യകാലം മുതലേ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ദോചറ്റിസം പോലുള്ള കാര്യങ്ങളൊക്കെ വേദപാഠ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള അബദ്ധ സിദ്ധാന്തങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വരാനുള്ള കാരണം എന്താണ്? ഓക്കെ, അഖിൽ ശരിക്കും വേദപാഠം പഠിച്ചിട്ടുണ്ടെന്നാണ് അപ്പോൾ മനസ്സിലാകുന്നത്. അഖിൽ എന്നാ ഇപ്പോൾ പഠിക്കുന്നത്? ഞാൻ പഠിക്കുമല്ല, ഇപ്പം കുന്നോത്ത് സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യും. അപ്പോൾ അഖിൽ സാറാണ് അല്ലേ? ഞാൻ സാറുമാർ വേറെ ആരോ ഒരാളുകൂടി ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ. യെസ്. അപ്പോൾ അഖിൽ സാറിൻ്റെ ചോദ്യം വളരെ നല്ല ചോദ്യമാണ്. നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ തുടർച്ച തന്നെയാണ്. ഈശോ ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ഈശോയുടെ ദൈവത്വത്തെ ചിലർക്ക് മനസ്സിലാകും, ഈശോയുടെ മനുഷ്യത്വത്തെയും മനസ്സിലാകും. പക്ഷെ ഇതിന് രണ്ടിനെയും ഒരുമിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് പലപ്പോഴും മനുഷ്യബുദ്ധിക്ക് ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെയാണ് പലതരത്തിലുള്ള പാഷണ്ഡതകൾ. ഇപ്പോൾ അഖിൽ സാർ ഇവിടെ പറഞ്ഞ ദൊസേറ്റിസം എന്ന് പറയുന്ന ഒരു പാഷണ്ഡതയാണ്. അതുപോലെ ഒരുപാട് ക്രിസ്തുവിജ്ഞാനീയ പാഷണ്ഡതകളുണ്ട്. ക്രിസ്റ്റോളജിക്കൽ ഹെരസീസ് എന്നാണ് അത് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അതിലൊന്നാണ് ഇപ്പം ഇവിടെ പറഞ്ഞ ദൊസേറ്റിസം എന്ന് പറയുമ്പോൾ ദൊക്കെയിൻ എന്ന ഒരു ഗ്രീക്ക് വാക്കാണ്. ദൊക്കെയിൻ എന്ന് പറഞ്ഞാൽ ടു അപ്പിയർ, അങ്ങനെ കാണപ്പെടുന്നു.
ഈശോയെ മനുഷ്യനായതിനെ കണ്ടതേ ഉള്ളൂ. ഈശോ യഥാർത്ഥത്തിൽ മനുഷ്യനൊന്നുമല്ല, ഫാൻറ്റം ആണ് അല്ലേ, ഒരു മായാരൂപിയാണ്. ഇങ്ങനെ നിലത്ത് തൊടുന്നൊന്നുമില്ല, ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പ്രേതം യക്ഷി പോലെ ഇങ്ങനെ നടക്കുന്നതേ ഉള്ളൂ. ഈശോ യഥാർത്ഥ മനുഷ്യനൊന്നുമല്ല, യഥാർത്ഥത്തിൽ അവൻ ദൈവം മാത്രമാണ്. അവൻ്റെ മാനുഷികത, മനുഷ്യരൂപം എന്ന് പറയുന്നത് അത് കേവലം നമ്മുടെ ദൃഷ്ടികളിൽ മാത്രമുള്ളതാണ്, അതിന് യാഥാർത്ഥ്യമില്ല എന്ന് വാദിക്കുന്ന പാഷണ്ഡതയാണ് വാസ്തവത്തിൽ ദൊസേറ്റിസം എന്ന് പറയുന്ന പാഷണ്ഡത. ഈ ദൊസേറ്റിസംകാർ പറഞ്ഞു ഈശോ കുരിശേൽ മരിച്ചപ്പോൾ ഈശോയ്ക്ക് വേദനിച്ചൊന്നുമില്ല. ആണി അടിച്ചപ്പോൾ ഈശോ ആ ഹൂ ഹോ എന്നൊക്കെ വേദന അഭിനയിച്ചതേ ഉള്ളൂ. ഈശോയ്ക്ക് ഒരു വേദനയില്ലായിരുന്നു. കാരണം ഈശോയുടെ ശരീരം യഥാർത്ഥമായിരുന്നില്ല എന്ന് ചിന്തിക്കുന്ന പാഷണ്ഡതകൾ പലതുണ്ടായിരുന്നു. അതിനെ പൊതുവായി പറയുന്നൊരു പേരാണ് ദൊസേറ്റിസം എന്ന് പറയുന്ന ഒരു പാഷണ്ഡത. മറ്റൊരു പാഷണ്ഡത ഈശോയുടെ മനുഷ്യത്വം എന്ന് മാത്രം, ഈശോ ഒരു മനുഷ്യൻ മാത്രമായിരുന്നു, ഈശോ ദൈവമായിരുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്നവർ നമ്മുടെ നാട്ടിലുള്ളവരും ഉണ്ട് ഇല്ല? അങ്ങനെ പറയുന്നവർ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആ യേശുക്രിസ്തു ഒരു നല്ല മനുഷ്യനായിരുന്നു, നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു, നല്ലൊരു ഗുരുവായിരുന്നു, നല്ല മാതൃക തന്നു, എല്ലാവരുടെയും അതിനെ കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. ഇങ്ങനെ പറയുന്ന ഈശോയുടെ പ്രബോധനങ്ങളിൽ മാത്രം ഇഷ്ടപ്പെടുകയും ആ പ്രബോധനങ്ങളിലൂടെ ഈശോയുടെ മാനുഷികതയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ചിന്താരീതികൾ, പ്രവർത്തന ശൈലികൾ നമ്മളുടെ പല മേഖലകളിലും കാണാൻ സാധിക്കും. അപ്രകാരം നമ്മുടെ സിനിമകളിൽ ഒക്കെ ഈശോയെ ചിത്രീകരിക്കുന്നതാണ്. ഈശോയുടെ ദൈവത്വം എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ഈശോ എന്ന സത്യത്തെക്കുറിച്ച് നമുക്കൊന്നും മനസ്സിലാക്കാനില്ല എന്നുള്ളതാണ് സത്യം. ഇത് ഈ രണ്ട് പേര് പറഞ്ഞ പാഷണ്ഡതകൾ മാത്രമല്ല, അനേകം പാഷണ്ഡതകൾ. ഈശോയുടെ മനുഷ്യ സ്വഭാവവും ദൈവ സ്വഭാവവും ഉണ്ടോ, ഈശോയ്ക്ക് ദൈവ സ്വഭാവം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പാഷണ്ഡതയാണ് മോണോഫിസൈറ്റിസം എന്ന് പറയുന്നത്. ഈശോയിൽ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും ഉണ്ട് എന്നുള്ളതാണ് കത്തോലിക്ക സഭയുടെ പ്രബോധനം എന്ന് പറയും. ഈശോയിൽ ദൈവീക വ്യക്തിത്വവും മാനുഷിക വ്യക്തിത്വവുമുണ്ട്. ഈശോയിലെ ദൈവീക വ്യക്തിത്വത്തിൽ മാനുഷിക വ്യക്തിത്വം വേർതിരിക്കാനാവാത്ത വിധം അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഇതാണ് സഭയുടെ പ്രബോധനം. അതുകൊണ്ട് ഈശോയുടെ ദൈവീക വ്യക്തിത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെയാണ് ദൈവീക വ്യക്തിത്വവും മാനുഷിക വ്യക്തിത്വവും വേർതിരിക്കാനാവാത്ത വിധം അലിഞ്ഞു ചേർന്നു എന്നുള്ളതിനെയാണ് ദൈവശാസ്ത്രത്തിൽ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ, വ്യക്തിപരമായ ഐക്യം, ഹ്യൂപ്പോസ്റ്റാസിസ് എന്ന് പറഞ്ഞ വ്യക്തി എന്നാണ് ഗ്രീക്ക് ഭാഷ. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറയും. നിങ്ങളിത് കേട്ട് പേടിക്കണ്ട. ഈശോ ഇതൊക്കെ സങ്കീർണമായ ദൈവശാസ്ത്ര പദങ്ങളായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറഞ്ഞു വന്നത്, ചരിത്രത്തിൽ ഈശോ എന്ന ആ മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനെ മനസ്സിലാക്കുന്നതിൽ ഒരുപാട് വീഴ്ചകൾ, കുറവുകൾ സംഭവിക്കുന്നുണ്ട്. അതേ യാഥാർത്ഥ്യങ്ങൾ ഇന്നും ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഈശോ എന്ന സത്യത്തെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഒരേ സമയം അവൻ സമ്പൂർണ്ണ ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ സമഗ്രത അവനിൽ സമ്പൂർണമായും ഉണ്ട്. അതേസമയം മനുഷ്യാവതാരം ചെയ്ത ഈശോയിൽ മാനുഷികതയുടെ സമഗ്രതയുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് രണ്ടും ചേരുമ്പോൾ നമുക്കറിയാം ഈശോ എന്ന വ്യക്തിയിൽ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും ഒരുപോലെ സമ്മേളിക്കും. ഇത് പരസ്പര വിരുദ്ധമല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മാതൃകയും കൂടിയാണ് ഈശോ. ചില മനുഷ്യരെ നമ്മൾ കാണും, അവർ ഭയങ്കര ആത്മീയരാണ്, പക്ഷേ മറ്റുള്ളവരുടെ ഒരു സങ്കടങ്ങളും അവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർ തിരിഞ്ഞു നോക്കിയാൽ അവർ ആത്മീയ കാര്യം മാത്രം ചിന്തിക്കുന്നത്. വേറെ ചിലർ വലിയ പരോപകാര പ്രവർത്തികൾ ചെയ്യും, പക്ഷെ അവർ ദൈവത്തെ നിഷേധിക്കുന്നവരും
ദൈവവിശ്വാസത്തെ പരിഹസിക്കുന്നവരുമായവർ നിങ്ങളുടെ സമപ്രായക്കാരുടെ ഇടയിലും കണ്ടിട്ട് കാണും, ഇല്ലേ? പക്ഷേ ഈശോ എന്ന വലിയ സത്യം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും പരസ്പര പൂരകങ്ങളാണ് എന്നും അവ അതിൻ്റെ സമഗ്രതയിൽ ഒരേ വ്യക്തിയിൽ പ്രതിഫലിക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണ വ്യക്തിത്വമുള്ള മനുഷ്യരായി തീരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ യുവജനങ്ങൾ പള്ളിയിൽ പോകുന്നതിനെ, പ്രാർത്ഥിക്കുന്നതിനെ, കൂദാശകൾ സ്വീകരിക്കുന്നതിനെയൊക്കെ കളിയാക്കുന്നവരാണ്. അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ക്രിസ്ത്യാനികൾ തന്നെ നിങ്ങളോട് അങ്ങനെ ചോദിക്കുന്നവരാണ്. അത് അറിവില്ലായ്മയാണ്. കാരണം എന്താണ്? ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും ഒരുപോലെ ഒരു വ്യക്തിയിൽ സമ്മേളിക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ വ്യക്തിത്വം പൂർണ്ണതയുള്ളതായി തീരുന്നത് എന്ന് ഈശോ തൻ്റെ പൂർണ്ണ ദൈവത്വവും മനുഷ്യത്വവും പ്രകടമാക്കിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് എന്ന സത്യം ഓർക്കുക. ഞങ്ങളുടെ ചോദ്യത്തിന് വളരെ വ്യക്തമായ ഒരു ഉത്തരം പിതാവ് തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു അഖിൽ. ഇതിൻ്റെ പേരെന്നായിരുന്നു? ആൽബിൻ. യെസ്, അഖിലും ആൽബിനും ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവം പോലെ പരസ്പര പൂരകങ്ങളായ രണ്ട് പേരുകൾ തന്നെയാണ് അഖിലും ആൽബിനും. നിങ്ങൾ രണ്ടുപേരോട് നല്ല ഒരു ചോദ്യമാണ് ചോദിച്ചത്. പ്രത്യേകം നന്ദി. താങ്ക് യു. പിതാവെ, അഖിൽ KCYM തലശ്ശേരി അതിരൂപതയുടെ ജനറൽ സെക്രട്ടറിയായി 2 ആഴ്ചകൾക്ക് മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ട ചെറുപ്പക്കാരൻ കൂടിയാണ്. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ അഖിൽ. ഈശോ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാകുന്നു എന്ന യാഥാർത്ഥ്യത്തെ ആധാരമാക്കി ആൽബിനും അഖിലും ചോദിച്ച ചോദ്യത്തിന് ക്രിസ്തു വിജ്ഞാനീയത്തിൻ്റെയും ദൈവശാസ്ത്ര പ്രബോധനങ്ങളുടെയും അടിത്തറയിൽ നിന്നുകൊണ്ട് അഭിമന്യ പിതാവ് വളരെ മനോഹരമായി സംസാരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതട്ടെ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത ചോദ്യം ആരാണ്? നിമ്മി ചോദിക്കൂ. പിതാവേ, എൻ്റെ പേര് നിമ്മി. ഞാൻ കോളയാട് പള്ളി ഇടവകക്കാരിയാണ്. എൻ്റെ ചോദ്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യാവതാര രഹസ്യങ്ങൾ എന്നാണല്ലോ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചൊല്ലുന്നത്. അപ്പോൾ ദൈവിക കാര്യങ്ങൾ രഹസ്യമായി തുടരുന്നുണ്ടോ? യെസ്, രഹസ്യം എന്ന വാക്കിനെ കുറിച്ചാണ് നിമ്മിയുടെ ചോദ്യം, അല്ലേ? നിമ്മി എന്നാ ചെയ്യുന്നത്? ഞാൻ BSc നേഴ്സിംഗ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. എവിടെയാണ് നേഴ്സിംഗ് പഠിക്കുന്നത് നിമ്മി? മലബാർ ക്യാൻസർ സെൻറ്റർ, കോടിയേരി. ഓഹോ, കൊള്ളാം, മിടുക്കി. അപ്പോൾ നിമ്മി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. രഹസ്യം എന്ന് നമ്മളെപ്പോഴും പറയും, അല്ലേ? എന്തോ രഹസ്യം എന്ന് പറയുമ്പോൾ എന്തോ ഒളിച്ചും പാത്തും ചെവി പറയുന്നത്. നിങ്ങൾ യുവജനങ്ങൾ പല രഹസ്യങ്ങളും സൂക്ഷിക്കുന്നവരും വീട്ടുകാരോട് പോലും പറയാതെ പല രഹസ്യങ്ങൾ കൊണ്ടു നടക്കുന്നവരും ഒക്കെയാണ്, അല്ലേ? അതുപോലെ എന്തോ ഒരു കാര്യമാണ് രഹസ്യം എന്ന് പറയുമ്പോൾ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. രഹസ്യം എന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്ന, ക്രിസ്തു രഹസ്യം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതാണ്? ക്രിസ്തു സംഭവത്തെ തന്നെയാണ്. ഈശോയുടെ മനുഷ്യാവതാരം, അവിടുത്തെ പരസ്യജീവിതം, പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം. ഈ സത്യത്തെയാണ് നമ്മൾ ക്രിസ്തു സംഭവം അഥവാ ക്രിസ്തു രഹസ്യം എന്ന് വിശേഷിപ്പിക്കുന്നു. അവിടെ നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന രഹസ്യം എന്ന അർത്ഥത്തിലല്ല ക്രിസ്തു രഹസ്യം എന്ന് പറയും. സാധാരണ ഭാഷയിൽ നമ്മൾ രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതെല്ലാവരോടും പറയാൻ പറ്റാത്ത കാര്യം എന്ന് ഉദ്ദേശിക്കുന്നു, അല്ലേ? ഏറ്റവും വേണ്ടപ്പെട്ടവരോട് മാത്രം പങ്കുവയ്ക്കേണ്ട കാര്യം. അങ്ങനെയാണ് നമ്മൾ രഹസ്യം എന്നുള്ളതിനെ മനസ്സിലാക്കുക. എന്നാൽ ഇവിടെ ക്രിസ്തു രഹസ്യം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ സത്യത്തെ മാനുഷിക ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റില്ല, മറിച്ച് ദൈവീക ജ്ഞാനം കൂടി ഉണ്ടെങ്കിലേ ഈ സത്യം ഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ രഹസ്യം എന്ന് വിശേഷിപ്പിക്കുക. ഈ രഹസ്യം വെളിപ്പെടുത്തപ്പെട്ട ശേഷവും അത് രഹസ്യമാണ്. നിങ്ങൾ സൂക്ഷിക്കുന്ന രഹസ്യങ്ങൾ വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രഹസ്യമല്ല, അത് പരസ്യമാണ്, അല്ലേ? രണ്ടുപേര് തമ്മിൽ പ്രണയത്തിലാണ്, കുറച്ച് നാളൊക്കെ അവർ രഹസ്യമായിട്ട് വെച്ചുകൊണ്ട് നടന്നു, പിന്നെ അത് കോളേജിൽ പാട്ടായി, പിന്നെ അത് രഹസ്യമല്ല, പരസ്യമാണ്. പക്ഷേ
ക്രിസ്തു രഹസ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആ രഹസ്യം വെളിപ്പെടുത്തപ്പെട്ട ശേഷവും അത് രഹസ്യം തന്നെയാണ്. കാരണം എന്താണ്? അത് വെളിപ്പെടുത്തിയ ശേഷവും മനുഷ്യനത് മനസ്സിലാക്കുക എളുപ്പമല്ല. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രഹസ്യത്തെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്: എ മിസ്റ്ററി ഈസ് സംതിങ് ദാറ്റ് റിമെയിൻസ് എ മിസ്റ്ററി ഈവൻ ആഫ്റ്റർ ഇറ്റ്സ് റെവലേഷൻ. അതായത് വെളിപ്പാടിന് ശേഷവും രഹസ്യമായി തുടരുന്നതെന്തോ അതാണ് രഹസ്യം. അതെന്തുകൊണ്ടാണ് രഹസ്യമായി തുടരുന്നത് എന്ന് ചോദിച്ചാൽ, അത് മാനുഷിക ബുദ്ധിക്ക് അതീതമായ സത്യമായതുകൊണ്ടാണ്. രക്ഷാകര രഹസ്യം എന്ന് നമ്മൾ കൂദാശകളെ വിശേഷിപ്പിക്കും. എന്തുകൊണ്ടാണ്? ഈ കൂദാശകളിലൂടെ നമ്മിലേക്ക് ഒഴുകുന്ന വരപ്രസാദത്തിൻ്റെ രക്ഷാകര ഫലങ്ങൾ നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് രഹസ്യമാണ് എന്ന് നമ്മൾ പറയും. സിറോ മലബാർ സഭയുടെ ഏറ്റവും ആഘോഷമായ കുർബാനയ്ക്ക് റാസ എന്നാണ് പേര്. റാസ എന്ന് പറഞ്ഞാലും രഹസ്യം എന്നാണ് സുറിയാനി ഭാഷയിൽ അർത്ഥം. അതൊരു രഹസ്യമാണ്. അത് കുർബാന ഇങ്ങനെ വിരിയിട്ട് ചെല്ലുന്നത് കൊണ്ട് അതിനെ രഹസ്യം എന്ന് വിളിക്കുകയല്ല. അല്ലെങ്കിൽ മനുഷ്യന് കാണാൻ പറ്റാത്ത രീതിയിൽ ചെല്ലിയത് കൊണ്ട് രഹസ്യം എന്ന് പറയുന്നതല്ല. അതിലൂടെ അവിടെ പ്രഘോഷിക്കപ്പെടുന്ന സത്യങ്ങൾ മനുഷ്യൻ്റെ സ്വാഭാവിക ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. ഒരപ്പം, ഗോതമ്പപ്പം എടുത്ത് ഇതെൻ്റെ ശരീരമാണ് എന്ന ഈശോയുടെ തിരുവചനം ഉച്ചരിക്കുമ്പോൾ ആ ഗോതമ്പപ്പം ഈശോ മിശിഹായുടെ തിരുശരീരമായി സത്യമായും വ്യക്തിപരമായും യഥാർത്ഥമായും മാറുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതൊരു രഹസ്യമാണ്. നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് ഒരു മാറ്റവും കാണുന്നു. രുചിച്ചു നോക്കിയാലും ഈ അപ്പത്തിന് മാറ്റമൊന്നുമില്ല. പക്ഷേ അത് സത്യമായും ദൈവപുത്രനായ ഈശോ മിശിഹായുടെ ശരീരവും രക്തവുമായി രൂപാന്തരപ്പെട്ടു. ആ സത്താമാറ്റം, അതിനെയാണ് രഹസ്യം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ രഹസ്യം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല പദങ്ങളെയും നിത്യസത്യങ്ങളുടെ വിശകലനത്തിനായി വിനിയോഗിക്കുമ്പോൾ ചില അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അതുകൊണ്ട് ക്രിസ്തീയ രഹസ്യം, ക്രിസ്തു രഹസ്യം എന്നൊക്കെ പറയുന്നതിൻ്റെ പൊരുൾ നിമ്മിക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദിച്ചോളൂ. പിതാവേ, ഇത്രയും നാളും എനിക്ക് ഉണ്ടായിരുന്ന ഒരു വലിയൊരു ഡൗട്ടായിരുന്നത്, ഇത് ക്ലിയർ ചെയ്ത് തന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു നിമ്മി. പിതാവ് ഇത്രയും നേരം സംസാരിച്ചതിനെ ആധാരമാക്കി നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ആകാം. ജിബിന് എന്താണ് ചോദിക്കാനുള്ളത്? പിതാവേ, ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് അഖിലും ആൽവിനും ചോദിച്ച ചോദ്യത്തിന് അങ്ങ് നൽകിയ മറുപടിയിൽ നമ്മുടെ വിശ്വാസത്തെ വികലമായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ആത്മീയവും മാനുഷികവുമായ കാര്യങ്ങളെ ചേർത്ത് നിർത്തി വായിച്ചു പോകാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലെ എൻ്റെ നിരീക്ഷണങ്ങളിൽ ക്രൈസ്തവ വിശ്വാസങ്ങളെയും കൂദാശകളെയും മാനുഷിക ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ വികലമായി ചിത്രീകരിക്കുന്ന ഒത്തിരിയേറെ സാഹചര്യങ്ങൾ ഇന്നത്തെ സിനിമാ മേഖലയിലും അനുബന്ധ കാര്യങ്ങളിലും കാണപ്പെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു മറുപടി തരാമോ? യെസ്. എന്നായിരുന്നു പേര് പറഞ്ഞേ? ജിബിൻ ജെയ്സൺ. ഓക്കെ ജിബിൻ. ജിബിൻ്റെ നിരീക്ഷണം വളരെ ശരിയാണ് എന്നാണ് എനിക്ക് അതിനോട് യോജിച്ചുകൊണ്ടാണ് ഞാൻ മറുപടി പറയുക. അതായത് സിനിമാ മേഖലകളിലാകട്ടെ, മറ്റ് നാടകങ്ങളുടെ മേഖലയിലായിക്കോട്ടെ, സാഹിത്യ സൃഷ്ടികളിലായിക്കോട്ടെ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നു. ഒരു കലാകാരന് അയാളുടെ കലാപരമായ രൂപങ്ങളെ, ചിന്തകളെ ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. കല വളരണമെങ്കിൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടണം, സത്യവുമാണ്.
പക്ഷേ ആ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മറവിൽ ക്രൈസ്തവ വിശ്വാസങ്ങളെ തിരഞ്ഞു പിടിച്ച് അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത ചിലരുടെയെങ്കിലും ഇടയിൽ രൂപപ്പെട്ടു വരുന്നുണ്ടോ എന്ന ആശങ്ക ഇവിടുത്തെ ഭൂരിപക്ഷം ക്രൈസ്തവരുടെയും ചിന്താധാരകളിലുണ്ട്. പല സിനിമകളിലും, ഏറ്റവും ലളിതമായി പറഞ്ഞാൽ പല സിനിമകളിലും കുമ്പസാരം എന്ന കൂദാശയെ അങ്ങേയറ്റം മ്ലേച്ഛവും നിന്ദ്യവും അശ്ലീലപരവുമായി ചിത്രീകരിക്കുന്നത് നിങ്ങൾ യുവജനങ്ങളും കണ്ടിട്ടുണ്ട് ഇല്ലേ? പക്ഷേ കുമ്പസാരിച്ച് പരിചയമുള്ള നിങ്ങൾക്കറിയാം, കുമ്പസാരക്കൂട്ടിലെ അച്ഛൻ ഒരിക്കലും ആ രീതിയിലല്ല പ്രവർത്തിക്കാറുള്ളൂ ഇല്ലേ? നിങ്ങളുടെ അനുഭവം അതാണ്. എന്ന് മാത്രമല്ല, ഏതെങ്കിലും പ്രദേശത്ത് ഏതെങ്കിലും അച്ഛൻ കുമ്പസാരക്കൂട്ടിൽ അതിൻ്റെ പവിത്രതയ്ക്ക് നിരക്കാത്ത രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ സഭ അതിനെ അക്ഷന്തവ്യമായ അപരാധമായി കരുതി വളരെ ഗൗരവമായ നടപടി എടുക്കുകയും ചെയ്യും. പക്ഷേ എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേട്ട ചില സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ മുഴുവനും ആത്മാവിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള അവഹേളനപരമായ ചിത്രീകരണങ്ങൾ വർദ്ധിച്ചു വരുന്നത് ദുഃഖകരമാണ് എന്നെനിക്ക് മാത്രമേ ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് ചെയ്യുന്നവർക്ക് ചില ദുരുദ്ദേശങ്ങളുണ്ട്. അത് ഈ രാജ്യത്തെ ഭരണഘടനാപരമായ മതവിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നൽകപ്പെടുന്ന അവകാശത്തിന്മേലുള്ള ഒരു കയ്യേറ്റമായി, അതിക്രമമായി മാത്രമേ നമുക്കതിനെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മറവിൽ ക്രൈസ്തവ വിശ്വാസത്തെയും കൂദാശകളെയും അതുപോലെ ക്രൈസ്തവ സന്യസ്തരെയും വൈദികരെയും മനഃപൂർവ്വം പരിഹസിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നു. വ്യക്തിപരമായ പരാമർശങ്ങളോ പരിഹാസങ്ങളെയോ നമ്മൾ ഗൗരവമായി എടുക്കേണ്ടതില്ല. മറിച്ച് വിശ്വാസത്തിൻ്റെ അന്തസത്തയെക്കുറിച്ച് തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന പ്രവണതകൾ, അതിൻ്റെ പിന്നിലെ ഗൂഢലക്ഷ്യങ്ങളെക്കുറിച്ച് വിശ്വാസി സമൂഹത്തിനും വ്യക്തമായ ധാരണകളുണ്ട്. അതിനെ വിശ്വാസി സമൂഹം ആ രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്ന് ഇതിന് നേതൃത്വം കൊടുക്കുന്നവരോട് ഞങ്ങൾക്ക് ഹൃദയപൂർവ്വം ചൂണ്ടിക്കാണിക്കാനുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മറവിൽ ക്രൈസ്തവ കൂദാശകളെയും ക്രൈസ്തവ വിശ്വാസത്തെയും വളരെ വികലമായി അവതരിപ്പിച്ച പിതാവ് പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുപോലെ 22-ലധികം മലയാള ഭാഷയിൽ ഇറങ്ങിയ സിനിമകളും നാടകങ്ങളും ഈ പറഞ്ഞ ഗൂഢലക്ഷ്യങ്ങളുടെ പിന്നണി ആളുകളിലൂടെ കേരള ജനതയ്ക്ക് മുൻപിലേക്ക് വന്നതാണ്. അതിനെ സംബന്ധിച്ചുള്ള സഭയുടെ നിലപാടും അതിനെ നോക്കിക്കാണുന്ന വിധവുമാണ് പിതാവ് വളരെ ഹൃദ്യമായി പങ്കുവച്ചത്. യുവ സുഹൃത്തുക്കൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് വളരെ മനോഹരമായി അവരുടെ തലത്തിലേക്കും അവർക്ക് മനസ്സിലാകാവുന്ന വിധത്തിലേക്കും ഇറങ്ങി വന്നുകൊണ്ട് ഉദാഹരണ സഹിതം വളരെ ഭംഗിയായ മറുപടികൾ നൽകിയ അഭിവന്യ പിതാവിന് യുവജന സുഹൃത്തുക്കളുടെ പേരിൽ സ്നേഹം നിറഞ്ഞ നന്ദി പങ്കുവയ്ക്കുന്നു. മിശിഹ ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാകുന്നു എന്നും ക്രിസ്തുവിൻ്റെ നാമത്തെയും ക്രിസ്തു പ്രവർത്തനങ്ങളെയും ആധാരമാക്കി ഇറങ്ങിയ ഒരുപാട് പാഷണ്ഡതകളെക്കുറിച്ചും ക്രിസ്തുവിജ്ഞാനീയത്തിൻ്റെയും ദൈവശാസ്ത്ര കാഴ്ചപ്പാടുകളുടെയും പിൻബലത്തിലും അതേസമയം മനുഷ്യർ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന രഹസ്യം എന്ന കാര്യം കൂദാശാതലത്തിലേക്ക് വരുമ്പോൾ ഉള്ള സ്ഥൂല സൂക്ഷ്മമായ സമസ്യയെക്കുറിച്ചും അഭിമന്യ പിതാവ് വളരെ ഹൃദ്യമായി ഈ എപ്പിസോഡിൽ സംസാരിക്കുകയായിരുന്നു. യുവജന സുഹൃത്തുക്കൾ അതൊക്കെയും മനസ്സിലാക്കി എന്നാണ് കരുതുക. കൂടുതൽ മികവാർന്ന ചോദ്യങ്ങളും കൂടുതൽ ആകർഷകമായ ഉത്തരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നാം വീണ്ടും കണ്ടുമുട്ടും. അതുവരെയും എല്ലാവർക്കും പൂർണ്ണ കർത്താവും
പൂർണ്ണ ദൈവവുമായ മിശിഹായുടെ നാമത്തിൽ സ്നേഹ വന്ദനം. നന്ദി.